എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യലിൻ്റെ ജനറൽ ഇക്വേഷൻസ് നമ്മൾ 19th ക്വസ്റ്റ്യൻ വരെ നമ്മൾ ചെയ്ത് നിർത്തിയിരുന്നു. ആ ജനറൽ ഇക്വേഷൻസ് എല്ലാം നിങ്ങൾ നന്നായിട്ട് ബൈഹാർട്ട് ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നിങ്ങൾ ഓർക്കുക, ഞാൻ പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക, അതിൻ്റെ ആൻസർ നമുക്ക് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാൻ ഫൈനൽ ആൻസർ പഠിച്ചു ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾ പഠിച്ചില്ലെങ്കിലും വിഷയം മനസ്സിലാക്കുക. മനസ്സിലാക്കിയതിനു ശേഷം ഫൈനൽ റിസൾട്ട് പഠിച്ചു വയ്ക്കുക. അപ്പോൾ അത് നിങ്ങൾ ചെയ്തോണം. നമ്മൾ ഇനി തൊട്ട് 20 ക്വസ്റ്റ്യൻ മുതൽ 32 ക്വസ്റ്റ്യൻ വരെ മറ്റാണുള്ളത്. അതെല്ലാം സ്റ്റാൻഡേർഡായിട്ട് പഠിച്ചിരിക്കുക. ഇനി അങ്ങോട്ടുള്ളത് ഇച്ചിരി നല്ല ടൈറ്റ് ക്വസ്റ്റ്യൻസ് ആണ്, നന്നായിട്ട് മനസ്സിലാക്കുക. ചോദിച്ചാൽ അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഇല്ലെങ്കിൽ അത് ചോദിക്കില്ല. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 20. നമ്മൾ കഴിഞ്ഞ 19th ക്വസ്റ്റ്യൻ വരെ കഴിഞ്ഞു. ഇനി അടുത്ത 20th ക്വസ്റ്റ്യൻ. എന്താ പറഞ്ഞിരിക്കുന്നത്? 3 charges each of magnitude Q are arranged at the 3 corners of an equilateral triangle of side A. What is the net field and potential at the center? സെന്ററിൽ ഉണ്ടാകുന്ന നെറ്റ് ഫീൽഡും പൊട്ടൻഷ്യലും എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് നെറ്റ് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ അറ്റ് ദ സെന്റർ? അപ്പോൾ നമുക്ക് ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എനിക്കിരി വലുതാക്കി തന്നെ വരയ്ക്കുന്നു. അതിന്റെ 3 കോർണറിൽ 3 ചാർജിനെ വെച്ചിരിക്കുന്നു. ഇതിന്റെ സൈഡ് എ ആണ്. ഇതിന്റെ സെന്ററിൽ ഉണ്ടാകുന്ന നെറ്റ്, ഇതിന്റെ ഒരു കൺസെപ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ, ഈ ചെയ്യുന്ന മെത്തേഡ് ഒന്ന് പിടികിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് എളുപ്പമാണ്, ഇല്ലെങ്കിൽ പാടാണ്. അതുകൊണ്ട് നന്നായിട്ട് മനസ്സിലാക്കുക. ഇവിടെ ഉണ്ടാകുന്ന നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്ര, പൊട്ടൻഷ്യൽ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ആദ്യമേ നമുക്കറിയേണ്ടത് ഈ ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്ര. അതറിയണമെങ്കിൽ ഈ ഡിസ്റ്റൻസ് അറിയണം. ഒരു ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ് എ ആണെങ്കിൽ കോർണർ ടു സെന്ററുള്ള ഡിസ്റ്റൻസ് എക്സ് എന്ന് പറയുന്നത് a/√3 ആണ്. അത് പഠിച്ചു വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും മെത്തേഡിൽ മനസ്സിലാക്കിക്കൊള്ളുക. കാരണം ഇത് ഇങ്ങനെ ട്രയാങ്കിൾ വരയ്ക്കുക, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, ഇത് a/2, ഈ ആംഗിൾ 30 ഡിഗ്രി. അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എക്സ് കണ്ടുപിടിക്കുക. എക്സിന്റെ വാല്യൂ a/√3. അപ്പോൾ ഈ ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇ ഡാഷ് എന്ന് എടുക്കാം. ദാറ്റ് ഇ ഡാഷ് ഈസ് ഈക്വൽ ടു, ഞാൻ ഇ ഡാഷ് ഇപ്പുറത്ത് എഴുതുന്നു, രണ്ട് സൈഡിലായിട്ട് നമുക്ക് എഴുതാം. E dash is equal to 1/4πε0 into Q divided by x square. അതിന്റെ ഡയറക്ഷൻ away from that charge. ഈ ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും ഇ ഡാഷ് തന്നെ, കാരണം ഈ ഡിസ്റ്റൻസ് എക്സ് ആണ്. therefore അതുകൊണ്ടുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും ഇ ഡാഷ്. മൂന്നാമത്തെ ഈ ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇ ഡാഷ് ആണ്, അത് ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ ഈ പോയിന്റിൽ 3 ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അടയ്ക്കുന്നു, ഇ ഡാഷ്, ഇ ഡാഷ്, ഇ ഡാഷ്. ഒരു കാര്യം നമ്മൾ എപ്പോഴും ഓർക്കുക, ഒരു പോയിന്റിൽ, അത് വെക്ടേഴ്സിനകത്ത് പറയുന്ന ജനറൽ കണ്ടീഷനാണ്, ഒരു പോയിന്റിൽ 3 ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റികൾ ആക്ട് ചെയ്യും. അവയ്ക്കിടയിലുള്ള ഈ ആംഗിളുകളും ഈക്വൽ ആണെങ്കിൽ നെറ്റ് വെക്ടർ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0. ഇനി ഇവിടെ 4 പേർ ആക്ട് ചെയ്യുന്നു. ഈ ആംഗിൾ ഇവർ 4 പേരും ഈക്വലും, ഇവർ 4 പേരും ഈക്വലും, ഈ ആംഗിളും ഈക്വൽ ആണെങ്കിൽ അവിടെയും റിസൾട്ടന്റ് 0. ഒരു പോയിന്റിൽ 5 വെക്ടേഴ്സ് ആക്ട് ചെയ്യുന്നു. ഈ വെക്ടേഴ്സ് എല്ലാം ഈക്വലും അവയ്ക്കിടയിലുള്ള ഈ ആംഗിളുകളും ഈക്വൽ ആണെങ്കിൽ ദ റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു 0 എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അത് അറിയാമെങ്കിൽ പെട്ടെന്ന് ചെയ്യാം, ഇല്ലെങ്കിൽ ഇവർക്കിടയിലുള്ള ഈ ആംഗിൾ 120 ഡിഗ്രി, ഈ ഡാഷ്, ഈ ഡാഷ്, ഇതും 120 ഡിഗ്രി, ഇതും 120 ഡിഗ്രി. രണ്ട് ഈക്വൽ വെക്ടേഴ്സ് 120 ഡിഗ്രിയിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ റിസൾട്ടന്റ് ഇ ഡാഷ്, അതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്ക്. ഈ ഇ ഡാഷും ഈ ഇ ഡാഷും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ദാറ്റ് പോയിന്റ് ഈസ് ഈക്വൽ ടു 0. ഇനി ഇതെടുക്കണമെന്നില്ല, പകരം എന്താ, ഇവർ രണ്ടുപേരെ എടുത്തു നോക്കൂ. ഇവയ്ക്കിടയിലുള്ള ആംഗിളും 120 ഡിഗ്രിയാണ്. ഈ ഡാഷിനും ഈ ഡാഷിനും ഇടയിലുള്ള ആംഗിൾ 120 ഡിഗ്രി ആണെങ്കിൽ അവരുടെ റിസൾട്ടന്റ് ഇ ഡാഷ്, അത് ഇങ്ങോട്ടേക്കായിരിക്കും. ഈ ഇഡാഷും ഈ ഇഡാഷും ഈക്വലും ഓപ്പോസിറ്റും ആയതുകൊണ്ട് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ദാറ്റ് പോയിന്റ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ. ഇനി പൊട്ടൻഷ്യൽ ആണ് എടുക്കുന്നതെങ്കിലോ, ഒരാൾ കൊണ്ടുണ്ടാകുന്ന പൊട്ടൻഷ്യൽ വി ഡാഷ് ഈസ് ഈക്വൽ ടു 1/4πε0 into Q divided by x. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കഴിഞ്ഞു, അടുത്ത് നമ്മൾ പൊട്ടൻഷ്യലിന്റെ കേസിലേക്ക് മാറി. അപ്പൊ ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വി ഡാഷ്, ഡയറക്ഷൻ ഇല്ല. ഇതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യലും വി ഡാഷ്, ഇതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ വി ഡാഷ്. therefore നെറ്റ് പൊട്ടൻഷ്യൽ V is equal to 3V dash, that is equal to 3 into 1/4πε0 into Q divided by x, that is equal to 3√3 into 1/4πε0 into Q divided by A.
കാരണം എക്സിന്റെ വാല്യൂ a/√3 ആണ്. ആ √3 മേളിൽ പോയതാണ് 3√3. Therefore നെറ്റ് അതാണ് ഈ എഴുതിയിരിക്കുന്ന ആൻസർ. നെറ്റ് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ അറ്റ് ദ സെന്റർ. നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈ കേസ് 3 ചാർജസ് ഈച്ച് ഓഫ് മാഗ്നിറ്റ്യൂഡ് ആർ അറേഞ്ച്ഡ് അറ്റ് ദ 3 കോർണേഴ്സ് ഓഫ് ഈക്വൽ ട്രയാങ്കിൾ. വാട്ട് ഇസ് ദ നെറ്റ് ഫീൽഡ്? ഇത് തെറ്റാണ്, ഇത് നെറ്റ്. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി പൊട്ടൻഷ്യൽ ആണ്. ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ V is equal to 1. പൊട്ടൻഷ്യലിന്റെ വാല്യൂ ആണ് എഴുതിയത് 3Q ഡിവൈഡ്. ഇത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈ എഴുതിയിരിക്കുന്നത് തെറ്റാണ്. നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ദ സെന്റർ ഈസ് ഈക്വൽ ടു 0 ആൻഡ് നെറ്റ് പൊട്ടൻഷ്യൽ V is equal to 3V dash. That is it is equal to 1/4 pi epsilon 0 into 3√3 1/4 pi epsilon 0 into Q divided by A. ഇത് തെറ്റാണ് ആൻസർ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 21. ക്വസ്റ്റ്യൻ നമ്പർ 21 പറഞ്ഞിരിക്കുന്നത് ഇൻ ദ എബോവ് ക്വസ്റ്റ്യൻ ഇഫ് വൺ ഓഫ് ദ ചാർജസ് ഈസ് നെഗറ്റീവ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതിനകത്ത് ഒരു ചാർജ് നെഗറ്റീവ് ആണെങ്കിൽ വാട്ട് ഈസ് എ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആൻഡ് പൊട്ടൻഷ്യൽ അറ്റ് ദ സെന്റർ എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പോയിന്റ് നമ്മൾ എടുത്തു. ഇത് എക്സ് ആണ് ഡിസ്റ്റൻസ്. ഇതിനകത്ത് ഒരു ചാർജ് നെഗറ്റീവ് ആണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു -Q. ഈ ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. E dash is equal to 1/4 pi epsilon 0 into Q divided by x square. ഡയറക്ഷൻ ഇങ്ങോട്ടേക്ക്. ഈ ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും E dash തന്നെയാണ് ഇങ്ങോട്ടേക്ക്. ഈ ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും E dash തന്നെയാണ്, പക്ഷെ അത് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് അവന്റെ അടുത്തേക്ക്. ഈ രണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റികൾക്ക് ഇടയിലുള്ള ആംഗിൾ 120 ഡിഗ്രി. അതുകൊണ്ട് ഇതിന്റെയും കൂടെ റിസൾട്ടന്റ് E dash ഇങ്ങോട്ടേക്കാണ്. ആൾറെഡി ഒരു E dash അവിടെ നിപ്പുണ്ട്. Therefore here the net electric field intensity is equal to 2 E dash. That is equal to 2 into 1/4 pi epsilon 0 into Q divided by x square. Xന്റെ വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു a/√3. That is equal to a square divided by 3. ആ 3 അങ്ങ് മുകളിൽ പോകുമ്പോൾ 6 into 1/4 pi epsilon 0 into Q divided by a square. This is the answer. അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. നേരത്തെ അതിനകത്ത് തെറ്റാണ്, ആൻസർ പഠിച്ചു വയ്ക്കരുത്. ഇത് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. ഇനി പൊട്ടൻഷ്യൽ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ കൊണ്ടുണ്ടാകുന്ന പൊട്ടൻഷ്യൽ V dash is equal to 1/4 pi epsilon 0 into Q divided by x. ഇതുകൊണ്ടുണ്ടാകുന്ന പൊട്ടൻഷ്യൽ V dash. ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഇതാ കളഞ്ഞു. ഇലക്ട്രിക് ഫീൽഡ് ഇനി വേണ്ട. ഇതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ V dash. ഇവൻ കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ -V dash. നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് ഇവൻ കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ വീണ്ടും V dash. അതിന്റെ അർത്ഥം ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടാകുന്ന പൊട്ടൻഷ്യലും ഈ നെഗറ്റീവ് ചാർജ് ഉണ്ടാകുന്ന പൊട്ടൻഷ്യലും കൂടെ 0 ആവും. Therefore നെറ്റ് പൊട്ടൻഷ്യൽ V is equal to V dash only. That is it is equal to 1/4 pi epsilon 0 into Q divided by a/√3. That is equal to √3 into 1/4 pi epsilon 0 into Q divided by A. This is the answer. √3 Q divided by A. മനസ്സിലാവുന്നുണ്ടേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 22. 4 charges each of magnitude Q are arranged at the 4 corners of an equilateral triangle of a square of side A. What is the net field and potential at the center? ശ്രദ്ധിക്കുക. 4 ചാർജസിനെ എടുത്ത് ഒരു സ്ക്വയറിന്റെ സൈഡിൽ എടുത്ത് വെച്ചിരിക്കുന്നു. അപ്പൊ ഇതൊരു സ്ക്വയർ. 4 ചാർജസ് Q, Q, Q and Q are arranged at the 4 corners of an equilateral triangle. Sorry, square of side A. ഇവിടെ ഈ ഡിസ്റ്റൻസ് എക്സ് എത്രയായിരിക്കും അറിഞ്ഞിരിക്കുക. ഇവിടെ എക്സിന്റെ വാല്യൂ a/√2. ഇത് √2a അതിന്റെ പകുതിയാവുമ്പോൾ √2a divided by 2. That is equal to a/√2. ഈ ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി E dash is equal to 1/4 pi epsilon 0 into Q divided by x square. Direction away.
ഈ ചാർജിൽ നിന്നും ദൂരേക്ക്. ഈ ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി ഇ ഡാഷ് തന്നെ, അത് എവേ ആവുമ്പോൾ ഇങ്ങോട്ടേക്ക് വരും ഇ ഡാഷ്. ഇത് രണ്ടും കൂടെ ക്യാൻസൽ ആയി പോകും. ഈ ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി ഇ ഡാഷ്, ഈ ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി ഇ ഡാഷ്, അത് രണ്ടുപേരും ഈക്വൽ ഓപ്പോസിറ്റ് ക്യാൻസൽ ആകും. Therefore, here the net electric field intensity is equal to 0. Net electric field intensity is equal to 0. ഇനി പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? ഒരാൾ കൊണ്ടുണ്ടാകുന്ന പൊട്ടൻഷ്യൽ 1/4πε0 × Q ഡിവൈഡഡ് ബൈ എക്സ്. 4 പേരും പോസിറ്റീവ് ചാർജുകളായതുകൊണ്ട് നെറ്റ് പൊട്ടൻഷ്യൽ V is equal to 4 × 1/4πε0 × Q divided by x, that is equal to 4√2 × 1/4πε0 × Q divided by a, because x is equal to a/√2. ആ √2 ആണ് ഈ വന്ന് കിടക്കുക. പൊട്ടൻഷ്യൽ is equal to 4√2 Q divided by a. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. In the above question, if charges on one sides are negative, ഒരു സൈഡിൽ ഇരിക്കുന്ന രണ്ട് ചാർജുകളും നെഗറ്റീവ് ആണെങ്കിൽ, വാട്ട് ഈസ് ദ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി? അപ്പൊ ഇത് മൈനസ് ക്യൂ എന്നെടുക്കാം, ഇതിനെയും മൈനസ് ക്യൂ എന്നെടുക്കാം, ബാക്കി രണ്ട് ചാർജുകളും ക്യൂ ക്യൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്ര, പൊട്ടൻഷ്യൽ എത്ര? ഇത് കാണുമ്പോഴേ ആക്ച്വലി നിങ്ങളുടെ മനസ്സിൽ എന്ത് പൊട്ടണം? ലഡു പൊട്ടണം. പൊട്ടൻഷ്യൽ 0 ആണ്. ഒരു പോസിറ്റീവ് ചാർജ്, ഒരു നെഗറ്റീവ് ചാർജ്, ഒരു പോസിറ്റീവ് ചാർജ് 0 ആയി പോകും. അപ്പൊ നമുക്ക് ആദ്യമേ പൊട്ടൻഷ്യൽ എഴുതാം. പൊട്ടൻഷ്യൽ V dash is equal to 1/4πε0 × Q divided by x. നെറ്റ് പൊട്ടൻഷ്യൽ is equal to 0 because രണ്ട് പോസിറ്റീവ് ചാർജും. അപ്പൊ ഈ ചാർജ് കൊണ്ടാകുന്ന പൊട്ടൻഷ്യലും ഇതുകൊണ്ടുണ്ടാകുന്ന പൊട്ടൻഷ്യലും കൂടെ 0 ആയി പോകും. ഡയറക്ഷൻ ഇല്ല. ഇതുകൊണ്ടുണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഇത് കൂടെ 0 ആവും. അപ്പൊ പൊട്ടൻഷ്യൽ 0 ആണ്. നേരത്തെ ഇതിന്റെ മുമ്പത്തെ കേസിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരുന്നു, പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കേസിൽ പൊട്ടൻഷ്യൽ 0 ആണ്. ഇനി ഇലക്ട്രിക് ഫീൽഡ് നോക്കാം. ഒരു ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 1/4πε0 × Q divided by x². ഇതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങോട്ടേക്ക്. ഇതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇത് നെഗറ്റീവ് ചാർജ് ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഇ ഡാഷ് തന്നെയാണ്, അത് അവന്റെ അടുത്തേക്ക്, ദാറ്റ് ഈസ് 2e dash and e dash, 2e dash. ഈ ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി ഇ ഡാഷ് എവേ. ഈ ചാർജ് കൊണ്ട് അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി ഇ ഡാഷ് ടുവേഴ്സ്. അപ്പോൾ 2e dash 2e dash അവയ്ക്കിടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി. If two equal vectors makes an angle 90 degree, then the resultant electric field intensity is equal to √2 times of 2e dash. 2e dash and 2e dash 90 degree ആയതുകൊണ്ട് √2 times of 2e dash. That is, it is equal to √2 × 2 × 1/4πε0 × Q divided by x², that is a² divided by 2. ഈ 2 × 2 കൂടെ ചേർന്നിട്ട് that is equal to 4√2 × 1/4πε0 × Q divided by x². That is the answer. 1/4πε0 × 4√2 Q divided by a². x² അല്ല, സോറി, a². എക്സിന്റെ വാല്യൂ ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. a/√2 the whole square. അത് ഓർത്തോണേ, a/√2 the whole square. അപ്പൊ ഇതിന്റെ മുമ്പത്തെ കേസിൽ എന്ത് പറ്റി? ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്, പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്നു. ഈ കേസിൽ എന്ത് പറ്റി? പൊട്ടൻഷ്യൽ 0 ആണ്, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇനി അടുത്തൊരു കേസ് ഞാൻ പറയുകയാണ്, അവിടെ ഇലക്ട്രിക് ഫീൽഡും 0, പൊട്ടൻഷ്യലും 0 ആയിരിക്കും. ഇത് അങ്ങനെയല്ല, ആ ക്വസ്റ്റ്യൻ ഇവിടെ വന്നിട്ടില്ല. അതുകൂടെ ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ എക്സ്ട്രാ ആയിട്ട് പറയുന്നു, അതും കൂടെ പഠിച്ചു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്, ഈ രണ്ട് ചാർജുകളും നെഗറ്റീവും ഈ രണ്ട് ചാർജുകളും പോസിറ്റീവുമാണെങ്കിൽ എന്ത് സംഭവിക്കും? Two opposite charges are negative and two other opposite charges are positive. Then what is a net electric field intensity and potential at the center? എന്നൊരു ക്വസ്റ്റ്യൻ വരാം. നോക്കുക, ഈ ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി ഇ ഡാഷ് അങ്ങോട്ടേക്ക്, ആ ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി ഇ ഡാഷ് ഇങ്ങോട്ടേക്ക്, രണ്ടുപേരും കൂടെ ക്യാൻസൽ ആയിപ്പോയി. ഈ ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി ഇ ഡാഷ്, അത് ടുവേഴ്സ് ദ നെഗറ്റീവ് ചാർജ്. ഈ ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി ഇ ഡാഷ്, അത് ദിസ് ടുവേഴ്സ് ദിസ് നെഗറ്റീവ് ചാർജ്. ഇതും കൂടെ ക്യാൻസൽ ആവുന്നു, ഇതും കൂടെ ക്യാൻസൽ ആവുന്നു. Therefore, net electric field intensity in that region is equal to 0.
പൊട്ടൻഷ്യലോ ഇതുകൊണ്ടുണ്ടാകുന്ന പൊട്ടൻഷ്യലും ഇതുകൊണ്ടുണ്ടാകുന്ന പൊട്ടൻഷ്യലും കൂടെ ക്യാൻസൽ ആയി പോകും. ഒരു പോസിറ്റീവും നെഗറ്റീവും, ഒരു പോസിറ്റീവും നെഗറ്റീവ്. ദെയർഫോർ നെറ്റ് പൊട്ടൻഷ്യൽ ഈസ് ആൾസോ ഈക്വൽ ടു 0. മനസ്സിലായി? ഇത് ഈ ക്വസ്റ്റ്യൻ അല്ല, ഇത് വേറെ ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ചെയ്ത് 2 നെഗറ്റീവ് 2 പോസിറ്റീവ്, ഇതങ്ങനല്ല. ഇത് 2 പോസിറ്റീവ്, ഇത് 2 നെഗറ്റീവ് ആണെങ്കിൽ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. അപ്പൊ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം ആലോചിക്കുക. ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് 0 ആകുന്ന സ്ഥലത്ത് പൊട്ടൻഷ്യൽ ഉണ്ടാകാം. പൊട്ടൻഷ്യൽ 0 ആകുന്ന സമയത്ത് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകാം. ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകാം, പൊട്ടൻഷ്യലും ഉണ്ടാകാം. ഇലക്ട്രിക് ഫീൽഡും ഇല്ല, പൊട്ടൻഷ്യലും ഇല്ലാതിരിക്കാം. മനസ്സിലാകുന്നുണ്ട്? എല്ലാ പോസിബിലിറ്റിയും പോസിബിൾ ആണ്. എ റീജിയൻ ഇൻ വിച്ച് ദർ ഈസ് ആൻ ഇലക്ട്രിക് ഫീൽഡ് ബട്ട് ദർ ഈസ് നോ പൊട്ടൻഷ്യൽ. ശരിയാണ്. ഇൻ എ റീജിയൻ വേർ ദർ ഈസ് ആൻ നോ ഇലക്ട്രിക് ഫീൽഡ് ബട്ട് ദർ ഈസ് എ പൊട്ടൻഷ്യൽ. പോസിബിൾ ആണ്. ഇൻ എ റീജിയൻ വേർ ദർ ഈസ് നോ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് നോ പൊട്ടൻഷ്യൽ. പോസിബിൾ ആണ്. ഇഫ് ദർ ഈസ് എ റീജിയൻ ഇൻ വിച്ച് ദർ ഈസ് ആൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ, അതും പോസിബിൾ ആണ്. ഇതൊക്കെ എൻട്രൻസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണേ. നേരത്തെയുള്ള ഏതൊക്കെ ഇയറിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇതിന് മുമ്പേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇയർ എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് എ കറക്റ്റ് റെപ്രസെന്റേഷൻ എന്ന് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇത് ഏതാണ്? ഇതെല്ലാലും പോസിബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് ഇത് ഓർത്തിരിക്കുക. അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞു വന്നത് ഈ 2 ചാർജും പോസിറ്റീവ് ഇത് നെഗറ്റീവുമാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിന് പൊട്ടൻഷ്യൽ ഇല്ല. ഇത് 2 നെഗറ്റീവ്, ഇത് 2 പോസിറ്റീവ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡും ഇല്ല, പൊട്ടൻഷ്യലും ഇല്ല. അടുത്ത ക്വസ്റ്റ്യനകത്തേക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 24. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ? 6 charges each of magnitude q are arranged at the 6 corners of a regular hexagon of side A. ഇങ്ങനെ ഇരിക്കുന്ന ഒരു റെഗുലർ ഹെക്സഗൺ. അതിന്റെ 4 കോർണറിൽ നമ്മൾ 4 ചാർജുകളെ എടുത്തു വെച്ചിരിക്കുന്നു. 6 ചാർജ്, 6 ചാർജസ്. Q, 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 Q and Q. ചോദിച്ചിരിക്കുന്ന വാട്ട് ഈസ് ദ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആൻഡ് പൊട്ടൻഷ്യൽ അറ്റ് ദ സെന്റർ. സെന്ററിൽ ഉണ്ടാകുന്ന നെറ്റ് ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും എത്ര? ഇതിനകത്ത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന കാര്യം, ഇത് സൈഡ് എ ആണെങ്കിൽ ഇതെല്ലാം ഇക്വലാറ്റർ ട്രയാങ്കിളുകളാണ്. അതുകൊണ്ട് ഇവന്റെ കോർണറിൽ നിന്നും സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് എക്സ് എന്ന് പറയുന്നതും എ തന്നെയാണ്. ഈ ഡിസ്റ്റൻസും എ തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് തുടങ്ങാം. ഈ ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി ഇ ഡാഷ്. ആ ഇ ഡാഷിന്റെ വാല്യൂ ഞാൻ അവിടെ എഴുതുന്നു. 1/4πε0 into q divided by x square or a square. ഈ ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റിയും ഇ ഡാഷ് ഡയറക്ഷൻ എവേ, ഇത് രണ്ടും കൂടെ ക്യാൻസൽ ആയിപ്പോയി. ഇതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി ഇ ഡാഷ് എവേ, ഇതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി ഇ ഡാഷ് എവേ, അവരും ക്യാൻസൽ ആയിപ്പോയി. ഇതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി ഇ ഡാഷ് എവേ, ഇതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി ഇ ഡാഷ് എവേ, അവരും ക്യാൻസൽ ആയിപ്പോയി. Therefore here the net electric field is equal to 0. ഇനി ഒരാൾ കൊണ്ടുണ്ടാകുന്ന പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? 1/4πε0 into q divided by a. നെറ്റ് പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? 6 into 1/6 v dash. 6 v dash പറയാം. 6 into 1/4πε0 into q divided by a. എങ്ങനെ മനസ്സിലായി? ഈവൻ പോസിറ്റീവ് 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 എല്ലാവരും പോസിറ്റീവ് ആയതുകൊണ്ട് നെറ്റ് പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു 6 into v dash. അതാണ് 6 into 1/4πε0 q by a. ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ നന്നായിട്ടൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഇതിന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 25. In the above question, 3 neighboring charges are negative and then what is the net electric field and potential at the center? അടുത്തടുത്തിരിക്കുന്ന 3 ചാർജുകൾ നെഗറ്റീവ് ആണ്. ഇത് Q, ഇത് Q, ഇത് Q, ഇത് 3 മൈനസ് Q. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ എന്ന് ചോദിച്ചാൽ കണ്ണു അടച്ചുകൊണ്ട് ആദ്യമേ പറയണം നെറ്റ് പൊട്ടൻഷ്യൽ 0. V dash is equal to 1/4πε0 into q divided by a. നെറ്റ് പൊട്ടൻഷ്യൽ V is equal to 0.
ബിക്കോസ് 3 ചാർജ് പോസിറ്റീവും 3 ചാർജ് നെഗറ്റീവും. പൊട്ടൻഷ്യൽ കണ്ണു അടച്ചുകൊണ്ടുണ്ട് 3 പോസിറ്റീവ് 3 നെഗറ്റീവ്. ഈ ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി ഇ ഡാഷ് എവേ, ഇതുകൊണ്ടുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി ഇ ഡാഷ് അവന്റെ അടുത്തേക്ക്, രണ്ടും കൂടെ 2e ഡാഷ്. ഈ ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി ഇ ഡാഷ്, ഈ ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി ഇ ഡാഷ് അവന്റെ അടുത്തേക്ക്. ഈ ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി ഇ ഡാഷ് എവേ, ഈ ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഡെൻസിറ്റി ഇ ഡാഷ് ടുവേഴ്സ്. അപ്പോൾ ഈ പോയിന്റിൽ 6 ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റികളാക്കിയിരുന്നു, ഇ ഡാഷ് ഇ ഡാഷ് ഇ ഡാഷ് ഇ ഡാഷ് ഇ ഡാഷ് ഇ ഡാഷ്. അപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ ഇത് 2e ഡാഷ് ആണ്, ഇതും 2e ഡാഷ് ആണ്. അവയ്ക്കിടയിലുള്ള ആംഗിൾ 120 ഡിഗ്രിയാണ്. അപ്പോൾ അവിടെ ഞാൻ എഴുതുന്നു ഇ ഡാഷ് ഈസ് ഈക്വൽ 1/4πε0 into q divided by a square. Here these two electric fields are equal and angle between them is equal to 120 degree. 120 degree രണ്ട് equal vectors resultant e dash, അതായത് 2e dash. അപ്പോൾ ആൾറെഡി 2e dash ഇങ്ങോട്ടേക്ക് നിപ്പുണ്ട്, 2e dash ഇങ്ങോട്ടേക്ക് നിപ്പുണ്ട്. ഇത് 2e dash ആണ്, ഇത് 2e dash ആണ്. ഇതിന്റെയും കൂടെ റിസൾട്ടന്റ് 2e dash ഇങ്ങനെ. അപ്പൊ മൊത്തം എത്രയായിട്ട് മാറും? 2e dash plus 2e dash. That is net electric field is equal to 4e dash. 4e dash. That is it is equal to 4 into 1/4πε0 into q divided by a square. Potential 0. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, നോക്കാം. ഇല്ല, അതുകൂടെ നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ പറയുന്നു, ഞാനങ്ങ് പറയുന്നു. ഓൾട്ടർനേറ്റീവ് ചാർജസ് നെഗറ്റീവ് ആണെങ്കിൽ, അപ്പൊ ഇത് കഴിഞ്ഞു, ഇതിന്റെ ആൻസർ കഴിഞ്ഞേ, ഇതിന്റെ ആൻസർ കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഇതിനകത്ത് ഓൾട്ടർനേറ്റീവ് ചാർജസ് നെഗറ്റീവ് ആണെങ്കിൽ ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ആൻഡ് പൊട്ടൻഷ്യൽ അറ്റ് ദ സെന്റർ ഈസ് ഈക്വൽ ടു 0. ഇതിന്റെ സെന്ററിൽ ഉണ്ടാകുന്ന നെറ്റ് ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും എത്ര? അപ്പോൾ ഈ ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്ര? ഇ ഡാഷ്. അത് ഇങ്ങോട്ടേക്ക്, ഇതുകൊണ്ടുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇങ്ങോട്ടേക്ക് 2e ഡാഷ്. ഈ പോസിറ്റീവ് ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇ ഡാഷ്, ഇതുകൊണ്ടുണ്ടാകുന്നത് ഇ ഡാഷ് ടുവേഴ്സ്, അങ്ങനെ രണ്ടും കൂടി 2e ഡാഷ്. മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇത്രയും ചെയ്തപ്പോൾ ഇനി മനസ്സിലാവുന്നില്ലെന്ന് പറയരുത്. ഇതുകൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇ ഡാഷ്, ഇവൻ കൊണ്ട് അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇ ഡാഷ്, മൊത്തം 2e ഡാഷ്. അപ്പോൾ നോക്കിയപ്പോൾ ഈ പോയിന്റിൽ 2e ഡാഷ് 2e ഡാഷ് 2e ഡാഷ്, ഇവയ്ക്കിടയിലുള്ള ആംഗിൾ എത്ര ഡിഗ്രി? 120 ഡിഗ്രി. ഇതിന്റെയും കൂടെ റിസൾട്ടന്റ് എത്രയാണ്? 2e ഡാഷ് ഇങ്ങോട്ടേക്ക്. ഈ 2e ഡാഷും ഈ 2e ഡാഷും ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ദാറ്റ് പോയിന്റ് ഈസ് ഈക്വൽ ടു 0. മനസ്സിലാവുന്നുണ്ടേ? ഇനി 3 പോസിറ്റീവ് ചാർജും 3 നെഗറ്റീവ് ചാർജും ആയതുകൊണ്ട് നെറ്റ് പൊട്ടൻഷ്യലും 0. Here the net electric field intensity is 0, potential is also equal to 0. ഇത് ഈ ക്വസ്റ്റ്യൻ അല്ല, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇതിന്റെ ക്വസ്റ്റ്യന്റെ ആൻസർ ആണെന്ന് പറഞ്ഞ് പഠിച്ചു വെച്ച് കളഞ്ഞേക്കരുത്. അപ്പൊ നമുക്ക് പൊട്ടൻഷ്യൽ ഏകദേശം കാണുമ്പോൾ തന്നെ പിടികിട്ടും പൊട്ടൻഷ്യൽ എത്ര വരുമെന്നുള്ളത്. ഇലക്ട്രിക് ഫീൽഡ് എത്രയാണെന്ന് പിന്നെ നമ്മൾ നോക്കിയാൽ മതി. ചെയ്ത് ഈ ക്വസ്റ്റ്യൻസ് തന്നെ തിരിച്ചും തിരിച്ചും ചെയ്തിരിക്കുക. ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏത് കിട്ടിയാലും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 26. A charge Q is distributed over 2 concentric hollow spheres of radii r and r. ഒരു സ്ഫിയർ, വേറൊരു കോൺസെൻട്രിക് സ്ഫിയർ, ഇവന്റെ റേഡിയസ് ആർ, ഇവന്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ. ഒരു ക്യാപിറ്റൽ ക്യൂ ചാർജിനെ എടുത്തിട്ട് രണ്ടുപേർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഇവന് കിട്ടുന്നത് Q1 ഉം ഇത് Q2 ഉം ആണെങ്കിൽ ക്യാപിറ്റൽ Q ഈസ് ഈക്വൽ ടു Q1 പ്ലസ് Q2. ഈ ചാർജിനെയാണ് അതാണ് പറഞ്ഞത്. ചാർജ് ക്യാപിറ്റൽ Q ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ 2 കോൺസെൻട്രിക് ഹോളോ സ്ഫിയേഴ്സ് ഓഫ് റേഡിയസ് r and r such that their surface charge densities are equal. അവരുടെ സർഫസ് ചാർജ് ഡെൻസിറ്റീസ് ഈക്വൽ ആണ്. എന്താ സർഫസ് ചാർജ് ഡെൻസിറ്റി?
Charge per unit area, that is Q1 divided by 4 pi r square is equal to Q2 divided by 4 pi capital R square. Sorry, Q1 divided by 4 pi capital R square is equal to Q2 divided by 4 pi small r square. Charge by surface area is equal to constant. 4 pi cancel ayal. Q1 divided by Q2 is equal to R square A divided by small r square. ഇങ്ങനെ കിട്ടും. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കോമൺ സെന്ററിലെ പൊട്ടൻഷ്യൽ എത്ര. അവിടെ വലിയ പ്രശ്നം വരും. ഇത് ഇവിടെ കിടക്കട്ടെ, ഞാൻ പിന്നീട് ഇതിന്റെ ബാലൻസ് പിന്നീട് പറയാം. സെന്ററിലെ കോമൺ പൊട്ടൻഷ്യൽ എത്ര? നെറ്റ് പൊട്ടൻഷ്യൽ V is equal to 1 by 4 pi epsilon 0 into ഈ ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ദാറ്റ് ഈസ് Q1 divided by R പ്ലസ് ഈ ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ദാറ്റ് ഈസ് Q2 divided by small r. Q1 divided by small r plus capital R plus Q2 divided by. ഇവിടെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ Q1 ഉം Q2 ഉം നമുക്ക് തന്നിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? Q1 നും Q2 നും പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? ക്യാപിറ്റൽ ക്യൂവിന്റെ ടേമിലാണ്. കാരണം തന്നിരിക്കുന്ന ക്വാണ്ടിറ്റി ക്യാപിറ്റൽ ക്യൂ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് സോൾവ് ചെയ്യുക. ഇവിടെ നിന്ന് എന്ത് ചെയ്യണം? Q1ന്റെ വാല്യൂ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ Q2ന്റെ വാല്യൂ എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ therefore ക്യാപിറ്റൽ Q is equal to Q1 പ്ലസ് Q2 ന് പകരം Q1 R square divided by capital R square. ഇതിന്റെ LCM എടുക്കുന്ന സമയത്ത് Q1നെ കോമൺ ആയിട്ട് ഞാൻ പുറത്തെടുത്തു. ബാക്കി LCM എടുക്കുമ്പോൾ R square പ്ലസ് R square divided by capital R square എന്ന് കിട്ടും. ഇതിനകത്തുനിന്ന് Q1ന്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ Q1 is equal to capital Q R square A divided by R square A plus R square. This is the value of Q1. അതുപോലെ നമ്മൾ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ Q2ന്റെ വാല്യൂ എന്ത് കിട്ടും? Q into small r square A divided by R square A plus R square എന്ന് കിട്ടും. Q1ന്റെയും Q2ന്റെയും വാല്യൂ കിട്ടി. ഈ രണ്ട് വാല്യൂസും കൊണ്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ this is equal to 1 by 4 pi epsilon 0 into Q1. What is Q1? Q R square A divided by this R into R square plus R square. പ്ലസ് Q2 ന് പകരം Q സ്മാൾ r സ്ക്വയർ A ഡിവൈഡഡ് ബൈ R ഇൻറ്റു R സ്ക്വയർ A പ്ലസ് R സ്ക്വയർ. ഇവിടെ ഒരു ക്യാപിറ്റൽ ആറും സ്മാൾ ആറും ക്യാൻസൽ ആയി. ക്യാപിറ്റൽ ക്യൂവിനെ കൂടെ പുറത്തെടുത്താൽ 1 by 4 pi epsilon 0 ക്യാപിറ്റൽ Q ഇൻറ്റു R പ്ലസ് R ഡിവൈഡഡ് ബൈ R സ്ക്വയർ A പ്ലസ് R സ്ക്വയർ. This is the equation. അതാണ് നമുക്ക് അവിടെ ദാറ്റ് ഈസ് 1 by 4 pi epsilon 0 Q ഇൻറ്റു R പ്ലസ് R ഡിവൈഡഡ് ബൈ R സ്ക്വയർ A പ്ലസ് R സ്ക്വയർ. ആലോചിച്ച് നോക്കൂ, ഇത്രയും നമ്മൾ ഡിറൈവ് ചെയ്ത് ഇങ്ങനെ എത്തണം. കുറേ സമയം പിടിക്കും. പക്ഷെ ആൻസർ നമുക്ക് പഠിച്ചു വയ്ക്കാൻ പഠിക്കുക. 1 by 4 pi കോമൺ പൊട്ടൻഷ്യൽ സെൻട്രി ഈസ് ഈക്വൽ 1 by 4 pi epsilon 0 Q ഇൻറ്റു R പ്ലസ് R ഡിവൈഡഡ് ബൈ R സ്ക്വയർ A പ്ലസ് R സ്ക്വയർ. ഇതാണ് അതിൻ്റെ ആൻസർ. അത് പഠിച്ചു വയ്ക്കാം. Okay, net potential V is equal to this. പഠിച്ചു വെച്ചില്ലെങ്കിലും നമുക്ക് ചെയ്യുന്ന മെത്തേഡ് ഇത് അഥവാ മറന്നുപോയാലും ചെയ്യുന്ന മെത്തേഡെങ്കിലും ഓർത്തിരിക്കുക. അപ്പോൾ നമ്മളെപ്പോഴും എക്സാമിനേഷൻ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും ഓർത്തോണം. കൂടുതൽ സമയമെടുത്ത് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഏറ്റവും അവസാനം ചെയ്യാൻ മാറ്റി വെക്കണം. അല്ലാതെ കൂടുതൽ സമയമെടുക്കുന്ന ക്വസ്റ്റ്യൻ എടുത്തുകൊണ്ട് നമ്മൾ ചകഞ്ഞിരിക്കരുത്. ഏറ്റവും അവസാനത്തേക്ക് മാറ്റി വയ്ക്കുക. അവസാനം സമയം കിട്ടിയാൽ മാത്രം ചെയ്യുക. അപ്പോൾ 26 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞത്, താഴോട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം കൂടുതൽ സമയം എടുക്കുമെന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. 26 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. അടുത്തത് 27th ക്വസ്റ്റ്യൻ എന്താണ്? ടു കോൺസെൻട്രിക് സ്പിയേഴ്സ് ഓഫ് റേഡിയ A and B with B is greater than A having charges Q1 and Q2 respectively. What is the field and potential at X if X is greater than B, X is less than B, X is less than A. ഒന്നും ചിലപ്പോൾ പിടിയിട്ട് കാണത്തില്ല. സംഭവം ഇത്രയേ ഉള്ളൂ. രണ്ട് കോൺസെൻട്രിക് സ്പിയേഴ്സ്,
രണ്ടുപേരുടെയും റേഡിയസ് എയും ബിയുമാണ്. ബി ആണ് കൂടുതൽ. അപ്പോൾ ഇതാണ് കൂടുതൽ, ഇതാണ് കുറവ്. അവരുടെ ചാർജസ് എത്രയൊക്കെയാണ്? Q1ഉം Q2. അപ്പൊ ഇവന്റെ ചാർജ് Q1, ഇവന്റെ ചാർജ് Q2. ഇത്രയും ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയും പൊട്ടൻഷ്യലും കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ ഇതിനെ എ എന്നെടുക്കുന്നു, ഇതിനെ Q2 എന്നെടുക്കുന്നു, ഇതിനെ Q1 എന്നും എടുത്തു. അങ്ങനെ കിടന്നോട്ടെ. ആദ്യത്തെ എവിടത്തെ ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലാണ് ചോദിച്ചത്. അറ്റ് എ ഡിസ്റ്റൻസ് x ഈസ് ഗ്രേറ്റർ ദാൻ b. അതായത് ഇവിടെ നിന്നും ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എത്ര? അതാണ് ഫസ്റ്റ് കേസ്. ഔട്ട് സൈഡിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എത്ര? x. ചുമ്മാ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കുക. പാർട്ട് ഇവന്റെ സെന്ററിൽ നിന്നും അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്ര? നെറ്റ് ഇലക്ട്രിക്. രണ്ടുപേരും കൊണ്ടും ഇവൻ കൊണ്ട് ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, ഈ ചാർജ് കൊണ്ട് ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും. ഔട്ട് സൈഡിലായതുകൊണ്ട് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. Q1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് Q2 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ. ദിസ് ഈസ് ദ ആൻസർ. അതാണ് എഴുതിയിരിക്കുക. 1/4πε0. ഇനി പൊട്ടൻഷ്യൽ ചോദിച്ചാൽ എന്ത് പറയാം? പൊട്ടൻഷ്യൽ അറ്റ് ദാറ്റ് പോയിന്റ് ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു ഈ സ്പിയർ കൊണ്ട് അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ, ദാറ്റ് ഈസ് ഈക്വൽ ടു Q1 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് പുറത്തെ സ്പിയർ കൊണ്ടുണ്ടാകുന്ന Q2 ഡിവൈഡഡ് ബൈ എക്സ്. പുറത്തായത് കൊണ്ടാണ് എക്സ് വന്നത്. ദിസ് ഈസ് ദ ഫസ്റ്റ് കേസ്. ഇനി രണ്ടാമത്തെ കേസ് നോക്കുക. സെക്കൻഡ് കേസ് എന്ന് പറയുമ്പോൾ ഇതാണ്. ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ ബിയേക്കാൾ ലെസ് ആണെങ്കിൽ, എക്സിന്റെ വാല്യൂ ബിയേക്കാൾ കുറവാണെങ്കിൽ, അവിടെ നമ്മൾ ആദ്യമേ എടുക്കണം അവിടത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്ര? ഈ സ്ഫിയറിന്റെ ഔട്ട് സൈഡിലാണ് എക്സ് വരിക. അതുകൊണ്ട് പറയാം ഇന്നർ സ്ഫിയർ കൊണ്ടുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി 1/4πε0 Q ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് ഔട്ടർ സ്ഫിയർ കൊണ്ടുണ്ടാകുന്ന 0, ബിക്കോസ് ദിസ് പോയിന്റ് ഈസ് ഇൻസൈഡ് ദ ഔട്ടർ സ്ഫിയർ. ഈ സ്ഫിയറിന്റെ അകത്താണ്. അകത്തൊരിക്കലും ഇലക്ട്രിക് ഫീൽഡ് ഇല്ല, ഇന്റൻസിറ്റി ഇല്ല. അതുകൊണ്ടാണ് ഞാൻ അത് എഴുതിയത്. അപ്പൊ ഈ സ്ഫിയർ കൊണ്ട് അവിടെ ഇന്നർ സ്ഫിയർ കൊണ്ട് അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവും, പക്ഷെ ഔട്ടർ സ്ഫിയർ കൊണ്ട് അവിടെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഉണ്ടാവില്ല. കാരണം ഔട്ടർ സ്ഫിയറിന്റെ കേസിൽ ദാറ്റ് പോയിന്റ് ഈസ് ഇൻസൈഡ്. ഇനി അവിടുത്തെ നെറ്റ് പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? അകത്തെ സ്ഫിയർ കൊണ്ടുണ്ടാകുന്ന പൊട്ടൻഷ്യൽ 1/4πε0 ഇൻറ്റു Q1 ഡിവൈഡഡ് ബൈ എക്സ്. Q1 ഡിവൈഡഡ് ബൈ എക്സ്. ഇതിന്റെ അകത്താണ് ഒരു സ്ഫിയറിന്റെ അകത്തുള്ള പൊട്ടൻഷ്യൽ എത്ര? സർഫസിലുള്ള അതേ പൊട്ടൻഷ്യൽ ആണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു Q2 ഡിവൈഡഡ് ബൈ ബി. ഒരു സ്ഫിയറിന്റെ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ സർഫസിലുള്ള അതേ പൊട്ടൻഷ്യൽ ആണ്. അപ്പൊ രണ്ടാമത്തെ സ്ഫിയറിന്റെ അകത്തുള്ള പോയിന്റ് ആയതുകൊണ്ട് രണ്ടാമത്തെ സ്ഫിയറിന്റെ സർഫസിലുള്ള പൊട്ടൻഷ്യൽ ആണ് ഇവിടെ, ഇവന്റെ ഔട്ട് സൈഡിലുള്ള പൊട്ടൻഷ്യൽ ആണ്. Therefore this is the answer. That is second. നോക്കുക ശരിയാണോ എന്ന് നോക്കിക്കൊള്ളുക. Q1 ഇവിടെ Q1 ഉണ്ട്. Q1 ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 0 ആൻഡ് V is equal to this. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പോയിന്റ് എവിടെയാണ്? മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എയേക്കാൾ ചെറുതാണ്. അതിന്റെ അർത്ഥം ഇതിനകത്താണ്. ഈ പോയിന്റ് ഇവിടെയാണ്. അപ്പൊ നമ്മൾ ഉടനെ എഴുതും ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അവിടെ 0 ആണ്. കാരണം ഈ സ്ഫിയറിന്റെ അകത്താണ്, ഈ സ്ഫിയറിന്റെയും അകത്താണ്. അകത്ത് അവരുകൊണ്ട് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല. പൊട്ടൻഷ്യലോ രണ്ടുപേരുടെയും അകത്തായതുകൊണ്ട് പൊട്ടൻഷ്യൽ ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു Q1 ഡിവൈഡഡ് ബൈ എ പ്ലസ് Q2 ഡിവൈഡഡ് ബൈ ബി. കാരണം രണ്ടുപേരുടെ ഇവിടത്തെ പൊട്ടൻഷ്യൽ ഇവന്റെ സർഫസിലുള്ള അതേ പൊട്ടൻഷ്യൽ, ഇവന്റെ സർഫസിലുള്ള അതേ പൊട്ടൻഷ്യൽ. ഇത് കൺസെപ്റ്റ് പിടികിട്ടാൻ വേണ്ടി മാത്രം ഞാൻ ഇട്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. കൺസെപ്റ്റ് പിടികിട്ടണം നന്നായിട്ട്. ആ കോൺസെപ്റ്റ് പിടികിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ഇട്ടിരുന്നത്. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് വിചാരിക്കരുത്. ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. തന്നിട്ട് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വാട്ട് ഈസ് എ നെറ്റ് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ അറ്റ് ദ ഇന്നർ പോയിന്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്, അത് എഴുതാം. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 28. ഈ ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ പല രീതിയിൽ പല സ്ഥലത്ത് ചോദിച്ചിട്ടുണ്ട്. ജെഇക്ക് ചോദിച്ചിട്ടുണ്ട്, പണ്ട് IIT ഉണ്ടായിരുന്ന സമയത്ത് അത് ചോദിച്ചിട്ടുണ്ട്, നമ്മുടെ നീറ്റിൽ തന്നെ 2 രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഒറ്റ ആൻസറാണ്. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്ന്. 3 concentric spheres
spherical shells A, B, C of radii A, B and C with C ആണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതും. ഏറ്റവും വലിയ സ്ഫിയർ ഇത്, അതിന്റെ ചെറിയ സ്ഫിയർ ഇത്, അതിന്റെ ചെറുത് ഇത്. ചെറുതിന്റെ റേഡിയസ് ആണ് A, ഇതാണ് B, ഇതാണ് C. ഓക്കെ, C is greater than B is greater than A. അവരുടെ ചാർജ് ഡെൻസിറ്റിയെ പറഞ്ഞിട്ടുണ്ട്, ഓർക്കുക. സിഗ്മ മൈനസ് സിഗ്മ ആൻഡ് സിഗ്മ. ആദ്യം ഈ ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം. 3 കോൺസ്റ്റന്റ് സ്ഫിയേഴ്സ് ഓഫ് റേഡിയേ എ ബി സി ഇത് C is greater than so and so. അവരുടെ ചാർജ് ഡെൻസിറ്റി ഇതാരൊക്കെയാണ്? സിഗ്മ മൈനസ് സിഗ്മ ആൻഡ് സിഗ്മ. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? What is the potential in the surface of A, B, C? If the potential at A is equal to potential at C, then what is the relation between A, B and C? ഇതിനകത്ത് ആക്ച്വലി ഇത് ഞാൻ ഇടയ്ക്ക് കയറ്റി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. What is the potential at the surface of A, B and C എന്നുള്ളത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇല്ല. അതിനകത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഈ കണ്ടീഷൻ തന്നിട്ട് ഇഫ് ദ പൊട്ടൻഷ്യൽ അറ്റ് എ ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ അറ്റ് സി, എയുടെ പൊട്ടൻഷ്യൽ സർഫസിലുള്ള പൊട്ടൻഷ്യലും സിയുടെ സർഫസിൽ, ഇപ്പൊ ഇതിന് സ്പിയറുകൾക്ക് പേര് കൊടുത്തിട്ടുണ്ട് എ, ബി ആൻഡ് സി. ഇത് ചെയ്യുന്നതിനുള്ള മുന്നോടിയായിട്ടാണ് ഞാൻ മറ്റേ ക്വസ്റ്റ്യൻ പറഞ്ഞത്. പൊട്ടൻഷ്യൽ അറ്റ് എയും പൊട്ടൻഷ്യൽ അറ്റ് സിയും ഈക്വൽ ആണെങ്കിൽ എയും ബിയും സിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഒരിക്കൽ ചോദിച്ച ക്വസ്റ്റ്യൻ എന്താണെന്നറിയാമോ? ഇപ്പോൾ ചോദിച്ചിരിക്കുന്ന ആൻസർ തന്നിട്ട് വാട്ട് ഈസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് ഞാൻ പറയാം. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യമേ തുടങ്ങാം. ചാർജ് സിഗ്മ എന്ന് പറയുന്നത് ചാർജ് അറ്റ് എ ഡിവൈഡഡ് ബൈ 4πa². ശരി തന്നെ. ചാർജ് പെർ യൂണിറ്റ് ഏരിയ ഈസ് കാൾഡ് സിഗ്മ. മൈനസ് സിഗ്മ ഈസ് ഈക്വൽ ടു ചാർജ് അറ്റ് ബി ഡിവൈഡഡ് ബൈ 4πb². ചാർജ് പെർ യൂണിറ്റ് ഏരിയ 4πb². And third sigma is equal to charge at C divided by 4πc². സംശയമൊന്നുമില്ലല്ലോ. ചാർജ് പെർ യൂണിറ്റ് ഏരിയക്കാരുടെ സർഫസ് ചാർജ്. ഇനി ചോദിച്ചിരിക്കുന്നത് എയുടെ നെറ്റ് പൊട്ടൻഷ്യൽ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. എയുടെ നെറ്റ് പൊട്ടൻഷ്യൽ, എയുടെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ അവന്റെ സ്വന്തം പൊട്ടൻഷ്യൽ പ്ലസ് ബി കൊണ്ടുള്ള പൊട്ടൻഷ്യൽ പ്ലസ് സി കൊണ്ടുള്ള പൊട്ടൻഷ്യൽ. അപ്പോൾ അവിടെ ഞാൻ എഴുതുന്നു 1/4πε0 ഞാൻ എഴുതുന്നില്ല, കെ എന്ന് ഞാൻ എഴുതുന്നു. കെ ഇൻറ്റു, കെ എഴുതണമെന്നുമില്ല, ഏറ്റവും അവസാനം ഇട്ടിരുന്നാൽ മതി. കെ ഇൻറ്റു എയുടെ സ്വന്തം പൊട്ടൻഷ്യൽ ദാറ്റ് ഈസ് ക്യു എ ഡിവൈഡഡ് ബൈ അവന്റെ റേഡിയസ് പ്ലസ് ക്യു ബി ഡിവൈഡഡ് ബൈ അവന്റെ റേഡിയസ് പ്ലസ് ക്യു സി ഡിവൈഡഡ് ബൈ അവന്റെ റേഡിയസ്. കാരണം ഇവന്റെ സർഫസിലുള്ള പൊട്ടൻഷ്യൽ ആണ് ഇവിടെ, ഇവന്റെ സർഫസിലുള്ള പൊട്ടൻഷ്യൽ ആണ് ഇവിടെ, ഇവന്റെ സർഫസിലുള്ള പൊട്ടൻഷ്യൽ ആണ് ഇവിടെ. എക്ക് കിട്ടുന്ന പൊട്ടൻഷ്യൽ എയുടെ സ്വന്തം പൊട്ടൻഷ്യൽ പ്ലസ് ബിക്ക് അകത്തുള്ള പൊട്ടൻഷ്യൽ പ്ലസ് സിക്ക് അകത്തുള്ള പൊട്ടൻഷ്യൽ. ബിയുടെയും സിയുടെയും അകത്തുള്ള പൊട്ടൻഷ്യൽ അവരുടെ സർഫസിലുള്ള അതേ പൊട്ടൻഷ്യൽ ആണ്. ഇവിടെ ചാർജിന്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കെ ഇൻറ്റു ക്യു എ എത്രയാണ്? സിഗ്മ ഇൻറ്റു 4πa². അപ്പൊ ഒരു കാര്യം കെയുടെ വാല്യൂ ഇട്ട് തന്നെ പോവാം. 1/4πε0 ഇൻറ്റു ക്യു എ ഡിവൈഡഡ് ബൈ എ ദാറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ഇൻറ്റു 4πa² ഡിവൈഡഡ് ബൈ എ മൈനസ് സിഗ്മ ഇൻറ്റു 4πb² ഡിവൈഡഡ് ബൈ ബി പ്ലസ് സിഗ്മ ഇൻറ്റു 4πc² ഡിവൈഡഡ് ബൈ സി. 4πകൾ എല്ലാവരും കൂടി ക്യാൻസലായി, 4πയുമായിട്ട് ക്യാൻസലായി. എയും എയും ക്യാൻസലായി, ബിയും ബിയും ക്യാൻസലായി, സിയും സിയും ക്യാൻസലായി. ബാക്കി വരുന്ന ആൻസർ എന്താണ്? പൊട്ടൻഷ്യൽ അറ്റ് എ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ 0, സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു സിഗ്മ ബൈ എപ്സിലോൺ 0 ഇൻറ്റു A minus B plus C. This is the first equation. Potential at A. ഇനി അതുപോലെ പൊട്ടൻഷ്യൽ ഓഫ് ബി കണ്ടുപിടിക്കണം. ബിയുടെ പൊട്ടൻഷ്യൽ എത്ര? സൂക്ഷിച്ചു വേണം അത് ചെയ്യാൻ.
ഇവിടെയുള്ള പൊട്ടൻഷ്യൽ എത്ര എന്ന് ചോദിച്ചാൽ ഈ സ്ഫിയർ കൊണ്ട് അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ കെ ഇൻറ്റു ഈ ചാർജ് കൊണ്ട്, അതായത് ക്യു എ ഡിവൈഡഡ് ബൈ ബി, ക്യു എ ഡിവൈഡഡ് ബൈ ബി പ്ലസ് ഇവന്റെ സ്വന്തം പൊട്ടൻഷ്യൽ ദാറ്റ് ഈസ് ഈക്വൽ ക്യു ബി ഡിവൈഡഡ് ബൈ ബി പ്ലസ് ക്യു സി ഡിവൈഡഡ് ബൈ സി. ഇവന്റെ അകത്തുള്ള പോയിന്റ് ആണ്. അവരുടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 1/4πε0 ഇൻറ്റു സിഗ്മ ഇൻറ്റു 4πa² ഡിവൈഡഡ് ബൈ ബി മൈനസ് സിഗ്മ ഇൻറ്റു 4πb² ഡിവൈഡഡ് ബൈ ബി പ്ലസ് സിഗ്മ ഇൻറ്റു 4πc² ഡിവൈഡഡ് ബൈ സി. 4π ക്യാൻസലായി, ബി ബൈ ബി ക്യാൻസലായി, സി ബൈ സി ക്യാൻസലായി. അപ്പോൾ ആൻസർ എന്ത് വരും? ഇറ്റ് ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ ε0 ഇൻറ്റു എ ഡിവൈഡഡ് ബൈ ബി മൈനസ് ബി പ്ലസ് സി. ദിസ് ഈസ് ദ സെക്കൻഡ് ഇക്വേഷൻ. ഇനി മൂന്നാമത്തെ ആൻസർ കണ്ടെത്താൻ നമ്മൾ ഇച്ചിരി മാറ്റി വെക്കുന്നു. പൊട്ടൻഷ്യൽ അറ്റ് സി കണ്ടുപിടിക്കുന്നു. ദിസ് ഈസ് ഈക്വൽ ടു സിയിലെ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ഇവന്റെ ഔട്ട്സൈഡിലുള്ള പൊട്ടൻഷ്യൽ, ഇവന്റെയും ഔട്ട്സൈഡിലുള്ള പൊട്ടൻഷ്യൽ, പക്ഷെ ഇവന്റെ സർഫസിൽ എന്ന് പറയുമ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ക്യു എ ഡിവൈഡഡ് ബൈ സി പ്ലസ് ക്യു ബി ഡിവൈഡഡ് ബൈ സി പ്ലസ് ക്യു സി ഡിവൈഡഡ് ബൈ സി. That is, it is equal to 1/4πε0 ഇൻറ്റു സിഗ്മ ഇൻറ്റു ക്യു എയുടെ വാല്യൂ എത്രയാണ്? സിഗ്മ ഇൻറ്റു 4πa² ഡിവൈഡഡ് ബൈ സി മൈനസ് സിഗ്മ 4πb² ഡിവൈഡഡ് ബൈ സി പ്ലസ് സിഗ്മ 4πc² ഡിവൈഡഡ് ബൈ സി. 4π സിയും സിയും ബാലൻസ്. പൊട്ടൻഷ്യൽ അറ്റ് സി ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ ε0 ഇൻറ്റു എ ഡിവൈഡഡ് ബൈ സി, a² ഡിവൈഡഡ് ബൈ സി, ഇവിടെ a² ആണ്, a² ഡിവൈഡഡ് ബൈ ബി, a² ബൈ സി മൈനസ് b² ഡിവൈഡഡ് ബൈ സി പ്ലസ് സി. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 3. സമയം എത്ര പോകുന്നു ആലോചിച്ച് നോക്കണം. ഇനി പറഞ്ഞിരിക്കുന്ന എന്താണ്? പൊട്ടൻഷ്യൽ അറ്റ് എ ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ അറ്റ് ബി ആണെങ്കിൽ എയിലെയും ബിയിലെയും പൊട്ടൻഷ്യൽ സെയിം ആണ്. സോറി, എയിലെയും സിയിലെയും പൊട്ടൻഷ്യൽ സെയിം ആണെങ്കിൽ, ഇഫ് ദ പൊട്ടൻഷ്യൽ അറ്റ് എ ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ അറ്റ് സി, പൊട്ടൻഷ്യൽ അറ്റ് എ ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ അറ്റ് സി ആണെങ്കിൽ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ എ ബി സി എന്നാണ്. അപ്പൊ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. പൊട്ടൻഷ്യൽ അറ്റ് എക്കുള്ള ഇക്വേഷൻ എന്താണ്? സിഗ്മ ബൈ ε0 ഇൻറ്റു എ മൈനസ് ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു സി സിഗ്മ ബൈ ε0 ഇൻറ്റു a² ഡിവൈഡഡ് ബൈ സി മൈനസ് b² ഡിവൈഡഡ് ബൈ സി പ്ലസ് സി. സിഗ്മ ബൈ ε0 സിഗ്മ ബൈ ε0 ക്യാൻസൽ ആയി. That is a minus b plus c is equal to c LCM എടുക്കുന്ന സമയത്ത് c upon a² minus b² plus c². c ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ ac minus bc plus c² is equal to a² minus b² plus c². ക്യാൻസൽ ആയിപ്പോയി. Therefore, c into a minus b, c into a minus b is equal to a² minus b². That is equal to a plus b into a minus b. a minus b cancel ആയി. Therefore, c is equal to a plus b. This is the relation. മനസ്സിലായോ? അപ്പൊ ഇവിടെ നമ്മൾ എത്ര സമയമെടുത്ത് ചെയ്തപ്പോഴാണ് ഈ ആൻസർ കിട്ടിയതെന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിന്റെ ഡെറിവേഷൻസ് കംപ്ലീറ്റ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അതൊന്നും വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല, മനസ്സിലാക്കി വയ്ക്കുക. പക്ഷേ
ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ മനസ്സിലാക്കേണ്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങ് പഠിച്ചു വെക്കണം. ത്രൂ 3 കോൺസെൻട്രിക് സ്ഫിയേഴ്സ് ABC ഓഫ് റേഡിയസ് ABC ഒരുത്തന്റെ ചാർജ് ഡെൻസിറ്റി സിഗ്മ മൈനസ് സിഗ്മ. അവിടെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, എയിലെയും സിയിലെയും പൊട്ടൻഷ്യൽ ഈക്വൽ ആണെങ്കിൽ വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ABC എന്ന് വെച്ചാൽ C is equal to A+B. തീർന്നു. ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക. ഒരിക്കൽ ചോദിച്ചത് തിരിച്ചാണ്. ഇഫ് C is equal to A+B, then which one of the following is correct? ഇതെല്ലാം എൻട്രൻസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറയുന്നത്. ഇഫ് C is equal to A+B ആണെങ്കിൽ which one of the following is? അപ്പൊ എന്ത് പറയണം? VA is equal to VC. കണ്ട, നേരെ തിരിച്ചു ക്വസ്റ്റ്യൻ ചോദിച്ചു. ഇനി ഒരിക്കൽ ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ വാട്ട് ഇസ് ദ പൊട്ടൻഷ്യൽ ഓഫ് ദ സെൻട്രൽ സ്ഫിയർ ആണ്. നീറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഓഫ് ദ പൊട്ടൻഷ്യൽ ഓഫ് ദ ബി എത്ര? അത് ഇതാണെന്ന് കണ്ടുപിടിച്ചെഴുതണം. പൊട്ടൻഷ്യൽ ഓഫ് ബി മാത്രം ചോദിച്ചു. അപ്പൊ ഇത് നമുക്ക് ചെയ്യുന്ന മെത്തേഡുകൾ കൂടി മനസ്സിലാക്കാം. നമുക്ക് ചെയ്യുന്ന മെത്തേഡുകൾ മനസ്സിലാക്കിയാൽ തന്നെ കുറെ ആൻസർ നമുക്ക് എഴുതാൻ പറ്റും. സമയം കിട്ടിയാൽ നമുക്ക് ഒത്തിരി സമയം കിടപ്പുണ്ട് ആൻസർ ഇടാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് ചെയ്യാം. അതിൻ്റെ മെത്തേഡുകൾ കൂടി അറിയണം. അപ്പോൾ ഇത് നന്നായിട്ട് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഒന്ന് സിഗ്മ മൈനസ് സിഗ്മ മൈനസ് സിഗ്മ എയുടെയും സിയുടെയും പൊട്ടൻഷ്യൽ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ C is equal to A+B, അല്ലെങ്കിൽ C is equal to A+B ആണെങ്കിൽ VA is equal to VC ആയിരിക്കും. പിന്നെ സെൻട്രലിലെ ഇതെല്ലാം 1 2 3 4 ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ABC എന്ന് 2 പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഇതാണെങ്കിൽ VA is equal to VC എന്ന് 1 പ്രാവശ്യം ചോദിച്ചു. സെൻട്രലിലെ പൊട്ടൻഷ്യലിലേക്ക് ചോദിച്ചു. ഇതൊക്കെ നീറ്റിനകത്തുള്ള അതൊക്കെ നമ്മൾ വരുന്ന ക്വസ്റ്റ്യൻസ് ആകത്തൊക്കെ ഉണ്ട്. ഓക്കെ, മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഇതിൻ്റെ ഡെറിവേഷൻ പഠിക്കരുത്, ഇതിൻ്റെ ആൻസർ പഠിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. അത് നിങ്ങൾ ഓർത്തിരിക്കുക. അത് ഓർക്കാൻ എളുപ്പമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇതെന്തോന്നറിയാം സംഭവം? ഒരു ഫുൾ സർക്കുലാർ റിംഗ്, ഇതിനകത്ത് നമ്മളൊരു ചാർജ് കൊടുക്കുന്നു. ആ ചാർജ് ഇതിനകത്ത് യൂണിഫോം ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. ഞാൻ ഇതിൻ്റെ ഡെറിവേഷൻ കൂടുതലായിട്ട് പറയുന്നില്ല. നിങ്ങൾക്ക് ഡെറിവേഷനകത്തൊക്കെ അതിൻ്റെ ഹിന്റ് കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾ ചെയ്യുക. ഞാനത് കൂടുതൽ ഇത് നീറ്റിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ആൻസർ എഴുതാൻ വേണ്ടിയുള്ള ഒരു ഷോർട്ട് കട്ട് മാത്രം ഞാൻ പറഞ്ഞു. ഇതിന്റെ സെൻട്രൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്ര? ഉറപ്പായിട്ട് 0. കാരണം ഇവിടത്തെ ഒരു യോഗ്യത്വം കൊണ്ട് അങ്ങോട്ട് ഇലക്ട്രിക് ഫീൽഡ് അവിടത്തെ കൊണ്ട് ഇങ്ങോട്ട് വരും. ഇവിടത്തെ കൊണ്ട് ഇങ്ങോട്ടുണ്ടെങ്കിൽ ഇവിടത്തെ കൊണ്ട് അങ്ങോട്ടുണ്ട്. അപ്പൊ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ദ സെന്റർ ഓഫ് ദിസ് ഫുൾ സ്ഫിയർ ഈസ് ഈക്വൽ ടു 0. ഈ ഫുൾ സ്ഫിയറിന്റെ സെൻട്രൽ ഉണ്ടാകുന്ന നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി 0 ആണ്. ക്വസ്റ്റ്യൻ പോയാ? ഇതിന്റെ സെൻട്രൽ ഉണ്ടാകുന്ന നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി 0 ആണ്. അതാണ്. അപ്പോൾ ഒരു ഫുൾ റിങ്ങിന് ചാർജ് Q കൊടുക്കുന്നു. അതിന്റെ വാട്ട് ഈസ് ദ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ദ സെന്റർ ഓഫ് ദ സ്ഫിയർ എന്ന് വെച്ചാൽ 0 ആണ്. എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താണെന്നറിയാമോ? ഇതിന്റെ ഈ ക്വസ്റ്റ്യൻ, ഈ ഫുൾ റിങ് ഇവിടെ ഇല്ല, അതിന്റെ പകുതി റിങ് മാത്രമേ ഉള്ളൂ, ഹാഫ്. ഇതിന്റെ ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ ആണെങ്കിൽ വാട്ട് ഈസ് ദ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ദ സെന്റർ? ഇവിടെ ഉണ്ടാകുന്ന നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്ര? അതാണ് നമ്മൾ ആ വരച്ചിട്ടിരിക്കുന്നത്. ഞാൻ ഇതൊന്ന് ചെയ്യുന്ന കാര്യം പറഞ്ഞുതരാം. ഇവന്റെ ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ ഈസ് ഈക്വൽ ടു Q by pi. കാരണം പകുതിയേ ഉള്ളൂ. ഫുൾ ഉണ്ടായിരുന്നെങ്കിൽ 2πa. ഇതിന്റെ ചെറിയൊരു എലമെന്റ് ഞാൻ എടുത്തു. ആ എലമെന്റിന്റെ ലെങ്ത് DL ആണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ചാർജ് DQ. ആ DQന്റെ വാല്യൂ എത്രയായിരിക്കണം? ലാംഡ ഇൻറ്റു DL, ബിക്കോസ് ദിസ് എലമെന്റ് ഈസ് എ വെരി സ്മാൾ ലെങ്ത് DL. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സപ്പോസ് ഇറ്റ് ഈസ് A ആണെന്നിരിക്കട്ടെ. അപ്പോൾ ഈ ഇവിടെയുള്ള ചെറിയ ചാർജ് കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി E ഈസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു DQ ഡിവൈഡഡ് ബൈ A². അതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്ക്.
ഇനി ഈ ആംഗിൾ സപ്പോസ് ഇറ്റ് ഈസ് തീറ്റയാണെന്നിരിക്കട്ടെ, ഇതിനിടയിലുള്ള ഈ ആംഗിൾ ഡി തീറ്റയുമാണെന്നിരിക്കട്ടെ. അപ്പോൾ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ദിസ് ആംഗിൾ ഈസ് ഈക്വൽ ടു തീറ്റ. അപ്പോൾ ഈ ഡാഷിന് രണ്ട് കമ്പോണന്റ് ആക്കി മാറ്റാം. ഇ ഡാഷ് കോസ് തീറ്റ ടുവേഴ്സ് റൈറ്റ് ആൻഡ് ഇ ഡാഷ് സൈൻ തീറ്റ ഡൗൺവേർഡ്സ്. അതുപോലെ ഇതേ ആംഗിളിൽ ഇപ്പുറത്ത് നമ്മളൊരു എലമെന്റ് എടുക്കുന്നു എന്ന് കരുതുക, അവിടത്തെയും ചാർജ് ഡി ക്യൂ. അപ്പോൾ ഇവൻ കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇ ഡാഷ്. ഈ ആംഗിൾ തീറ്റ, അതുകൊണ്ട് ഈ ആംഗിൾ തീറ്റ. അപ്പോൾ ഇതിനെ രണ്ട് കമ്പോണന്റ് ആക്കുമ്പോൾ ഇങ്ങോട്ടേക്കുള്ളത് ഇ ഡാഷ് കോസ് തീറ്റയും ഇങ്ങോട്ടേക്ക് ഉണ്ടാകുന്നത് ഇ ഡാഷ് സൈൻ തീറ്റയും. മനസ്സിലാക്കാൻ പറ്റുന്നവർ മനസ്സിലാക്കുക, ഇല്ലാത്തവർ കളയുക. ഈ ഇ ഡാഷ് സൈൻ തീറ്റയും ഇതും കൂടെ ക്യാൻസൽ ആകും. therefore net electric field is equal to 2 e dash cos theta. Net electric field is equal to 2 e dash cos theta. That is, it is equal to 2 into 1 by 4 pi epsilon 0 into dq divided by a square a into cos theta. ഇനി നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് വെച്ചാൽ ഇവിടെ രണ്ട് വേരിയബിൾസ് ആണ് കിടക്കുക. ദാറ്റ് മൂന്ന് വേരിയബിൾസ് ആണ് കിടക്കുക. രണ്ട് വേരിയബിൾ ഡി ക്യൂവും കോസ് തീറ്റയും കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് ഡി ക്യൂവിനെ എങ്ങനെ മാറ്റാം? ഡി ക്യൂവിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡി ക്യൂവിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡി ക്യൂവിന്റെ ലാംഡ ഡി എൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into 1 by 4 pi epsilon 0 into ലാംഡ ഡി എൽ ഇൻറ്റു കോസ് തീറ്റ ഡിവൈഡഡ് ബൈ എ സ്ക്വയർ. ഇത്രയും സാധനം കോൺസ്റ്റന്റ് ആണ്. ഡി എൽ കോസ് തീറ്റ എന്താണെന്ന് കണ്ടുപിടിക്കും. ഡി എല്ലും കോസ്. അപ്പൊ ഡി എല്ലിനെ നമുക്ക് മാറ്റുക. ഇത് എയും ഇത് ഡി തീറ്റയും ആണെങ്കിൽ ഡി എൽ ഈസ് ഈക്വൽ ടു എ ഡി തീറ്റ, ആർക്കിന്റെ പ്രോപ്പർട്ടി. അപ്പോൾ നമുക്ക് ഡി എല്ലിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 into 1 by 4 pi epsilon 0 into lambda divided by a square a into a cos theta d theta. A cos theta d theta. ഒരു എയും എയുമായിട്ട് ക്യാൻസൽ ആയി. therefore the remaining electric field intensity D is equal to 2 into 1 by 4 അല്ലെങ്കിൽ 2 into 1 by 4 pi epsilon 0 into lambda divided by a into integral cos theta d theta. Net electric field is equal to അല്ലെങ്കിൽ this is equal to cos theta d theta. Therefore net electric field intensity കണ്ടുപിടിക്കാൻ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1 by 2 pi epsilon 0 into lambda divided by a into integral cos theta d theta. Integral cos theta d theta. തീറ്റയുടെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്ലസ് പൈ ബൈ 2, എൻഡ് ചെയ്യുന്നത് മൈനസ് പൈ ബൈ 2. വാട്ട് ഈസ് ഇന്റഗ്രൽ കോസ് തീറ്റ? മൈനസ് സൈൻ തീറ്റ. ദാറ്റ് ഈസ് ഈക്വൽ ടു lambda divided by 2 pi epsilon 0 a into minus cos theta minus sin theta from എവിടം തൊട്ട് എവിടം വരെയാണ്? പ്ലസ് പൈ ബൈ 2 to മൈനസ് പൈ ബൈ 2. That is, it is equal to എന്ത് വരും ആൻസർ? therefore it is equal to lambda divided by 2 pi epsilon 0 a. ഇവിടെ നമ്മൾ രണ്ടിടത്തും നമ്മൾ എടുത്തത് കൊണ്ട് അതിന്റെ ഇന്റഗ്രേഷൻ നടത്തുമ്പോൾ ഹാഫിന്റെ ഇന്റഗ്രേഷൻ മാത്രം നടത്തിയാൽ മതി. ഹാഫിന്റെ ഇന്റഗ്രൽ ഫ്രം ഇവിടം മുതൽ ഇവിടം വരെ ഒരു പാർട്ട്. കാരണം രണ്ട് പാർട്ട് നമ്മൾ 2 e dash cos theta എടുത്തിരിക്കുന്നതുകൊണ്ട് ഇന്റഗ്രേഷൻ നടത്തുമ്പോൾ ഒരു പാർട്ടിന്റെ മാത്രം നടത്തുക. therefore this is equal to zero to pi by 2. Therefore that is equal to lambda divided by 2 pi epsilon 0 a into
ആദ്യമേ നമ്മൾ ഇത് കോസ് π/2 ഇടുമ്പോൾ -0 മൈനസ് കോസ് 0 ഇടുമ്പോൾ -1. Therefore answer is equal to lambda divided by 2πa. 2π epsilon 0a. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടുന്ന കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഓർക്കേണ്ടുന്ന കാര്യം, ആൻസർ പഠിച്ചു വയ്ക്കേണ്ടുന്നത്, ഒരു ഹാഫ് സർക്കുലാർ റിംഗ്, ഒരു ഹാഫ് സർക്കുലാർ റിംഗ്, അതിനകത്ത് നമ്മൾ ലാംഡയാണ് അവന്റെ ചാർജ് ഡെൻസിറ്റി എങ്കിൽ, അതായത് പോസിറ്റീവ് ചാർജ് ആണ് കൊടുക്കുന്നതെങ്കിൽ, ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കായിരിക്കും. ഇവന്റെ റേഡിയസ് എ ആണെങ്കിൽ ഇവന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഇങ്ങോട്ടേക്കായിരിക്കും. ആ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ 1/2π epsilon 0 into lambda divided by a. ഞാൻ പറഞ്ഞു തരാം. അതല്ല, ഇവന്റെ റേഡിയസ് നമ്മൾ 6 എന്നാണ് എടുക്കുന്നതെങ്കിൽ 1/2π epsilon 0 into lambda divided by r. ഇനി നമ്മൾ ഈ എടുക്കുന്ന റിങ്ങിന്റെ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുന്നത് നെഗറ്റീവ് ചാർജ് ഡെൻസിറ്റി -λ അങ്ങനെയാണെങ്കിൽ അവന്റെ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങോട്ടേക്കായിരിക്കും. അതിന്റെ വാല്യൂവിനും മാറ്റമില്ല. 1/2π epsilon 0 into lambda divided by r. ശ്രദ്ധിച്ചോണം, ഞാൻ പറയുന്നത് നന്നായിട്ട് മനസ്സിലാക്കിക്കോണം. ഇത് നേരത്തെ ഡെറിവേഷൻ നിങ്ങൾ മറന്നേക്കൂ. ഡെറിവേഷൻ നിങ്ങൾ മറന്നു കളഞ്ഞേക്കുക. അപ്പൊ ഞാനിത് ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ചെയ്ത് തരാം. ഒന്നുകൂടി ഞാനൊന്ന് ക്ലിയർ ചെയ്ത് തരാം. കാരണം ഇതിന്റെ കൂടുതൽ ഒരു 3-4 ആൻസർ വരും. ശ്രദ്ധിച്ചോണം. ഇതൊരു ഫുൾ സ്ഫിയർ. ഇവന്റെ റേഡിയസ് എന്ന് പറയുന്നത് r. ഇവന്റെ ചാർജ് ഡെൻസിറ്റി ലാംഡ. ഇവന്റെ സെന്ററിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്ര? 0. കാരണം ഈ കൊടുത്ത ചാർജ് കംപ്ലീറ്റ് ഇവന്റെ സർഫസിൽ കംപ്ലീറ്റ് ആയിട്ട് റിംഗ് ആണ്. ഇങ്ങനെ ഇരിക്കുന്ന ഒരു റിംഗ് കണ്ടക്ടറാണ്. എന്നാൽ ഇതിന് പകരം ഒരു പകുതി സർക്കുലാർ റിംഗ് മാത്രമേ ഉള്ളെന്ന് കരുതുക. ശ്രദ്ധിച്ചോണേ, കറക്റ്റായിട്ട് ആൻസറുകളങ്ങ് കാണാ പഠിച്ചു വയ്ക്കുക. ഒരു പകുതി സർക്കുലാർ റിംഗ് മാത്രമേ ഉള്ളെന്ന് കരുതുക. ഇത്രയും. ഇവന്റെ ചാർജ് ഡെൻസിറ്റി ലാംഡയാണെങ്കിൽ അതിന്റെ അർത്ഥം ചാർജ് ഇവിടെ ആയിരിക്കും സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ ഇവന്റെ സെന്ററിൽ ഉണ്ടാകുന്ന ഇവിടത്തെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്ര എന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്. ആ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ 1/2π epsilon 0 into lambda divided by r. അടുത്തത് വീണ്ടും ഞാൻ എടുക്കുന്ന ഒരു റിങ്. സ്പിയർ എന്നൊക്കെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു, വിട്ടുകളഞ്ഞേക്ക. റിങ് ആണ്. ഇതിന്റെ ചാർജ് ഡെൻസിറ്റി ഇതും പകുതി സ്പിയർ മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവന്റെ ചാർജ് ഡെൻസിറ്റി -λ ആണെന്ന് കരുതുക. അതിന്റെ അർത്ഥം കൊടുക്കുന്ന ചാർജ് നെഗറ്റീവ് ആണ്. -λ, അതായത് ഇവിടെ ഇരിക്കുന്ന ചാർജുകളെല്ലാം നെഗറ്റീവ് ആണ്. അപ്പോൾ ഇവന്റെ സെന്ററിൽ ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്ര? അതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്. അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി E is equal to 1/2π epsilon 0 into lambda divided by r. ആൻസറിന് മാറ്റമില്ല. ഇനി അടുത്തത് നിങ്ങൾ നോക്കുക. ഇതെല്ലാം ഡെറിവേഷൻ ചെയ്യുമ്പോൾ ഇവിടെ ഇതിന്റെ ഈ ഡെറിവേഷൻ തന്നെയാണ് ഇതിന്റെയും. അത് നമ്മൾ ആൾറെഡി ചെയ്തു കഴിഞ്ഞാണ്. ഇനി പറയുന്നത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു റിംഗ്, അതും പകുതി റിംഗ് മാത്രമേ ഉള്ളൂ, ഹാഫ് റിംഗ് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ഹാഫ് റിംഗിന്റെ പകുതി, ഇവിടത്തെ ഇത്രയും പകുതി എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജും പ്ലസ് ലാംഡയും ബാക്കി പകുതിയിൽ -λയുമാണ്. -λ. അതിന്റെ അർത്ഥം ഇവിടെ ഇരിക്കുന്ന ഇത്രയും പോസിറ്റീവ് ചാർജുകൾ, ഇവിടെ ഇരിക്കുന്ന ഇത്രയും നെഗറ്റീവ് ചാർജുകൾ ആണെങ്കിൽ ഇവന്റെ സെൻട്രൽ ഇവിടെ
ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്ര? ആൻസറിന് മാറ്റമില്ല. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് ഈക്വൽ ടു 1/2πε0 into lambda divided by r. Same answer. ഡയറക്ഷൻ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡയറക്ഷൻ ഇങ്ങോട്ടേക്കായിരിക്കും, നെഗറ്റീവിന്റെ അടുത്തേക്ക്, ഇങ്ങോട്ടേക്ക്. ആ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ ആണ് ഇത്. ഒരെണ്ണത്തിന്റെ ആൻസർ കൂടെ മനസ്സിലാക്കുക. ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഇത് പകുതി നേരെ പകുതി ലാംഡ പോസിറ്റീവ് ചാർജും മറ്റേ പകുതിയിൽ നെഗറ്റീവ് ചാർജും, ലാംഡ മൈനസ് ലാംഡ. ഇവിടെ ഉണ്ടാകുന്ന നെറ്റ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കായിരിക്കും. അത് ഇവൻ കൊണ്ടുണ്ടാകുന്നത് അങ്ങോട്ടേക്ക്, ഇവൻ രണ്ടും കൂടെ ചേരുമ്പോൾ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഹിയർ ഈസ് ഈക്വൽ ടു 1/πε0 into lambda divided by r. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇതൊന്നുമില്ല, രണ്ടെണ്ണം. ഈ പകുതി കൊണ്ടുണ്ടാകുന്നത് പോസിറ്റീവ് ചാർജിൽ നിന്നും ദൂരേക്ക്, നെഗറ്റീവ് ചാർജ് ഉണ്ടാകുന്ന അവൻ്റെ അടുത്ത്. അപ്പൊ ഇതും കൂടി ആഡ് ചെയ്യണം. 1/2πε0 lambda by r plus 1/2πε0 lambda by r, that is equal to 1/πε0 lambda by r. ഇവിടെ എല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർക്കേണ്ട ഒരു കാര്യം, ഹിയർ ലാംഡ ഈസ് ഈക്വൽ ടു q by pi a. ഹിയർ ലാംഡ ഈസ് ഈക്വൽ ടു q divided by pi a. ഹിയർ ലാംഡ ഈസ് ഈക്വൽ ടു q divided by pi a by 2. കാരണം ഇത്രയും ഭാഗത്തേ ഉള്ളൂ. കണ്ടോ, ഈ ലെങ്ത് ആണ് ഇത്. ഈ ലെങ്ത് ആണ് പൈ എ. ഈ ലെങ്ത് ആണ് പൈ എ. ഇവിടെ മൈനസ് ലാംഡ, ഇവിടെ ലാംഡയും ആയതുകൊണ്ട് ഇതിൻ്റെതാണ് ലാംഡ. therefore it is equal to lambda. Here it is equal to q by pi a by 2. That is lambda is equal to 2q divided by pi a. കാരണം ഇത് എഴുതാൻ കാരണം എന്താണെന്ന് അറിയാമോ? ചിലപ്പോൾ ലാംഡ തരില്ല, പകരം മാറ്റി ചാർജ് ആയിരിക്കും തരും. അപ്പോൾ ഇവിടെ ലാംഡയ്ക്ക് വരും ചാർജിന്റെ വാല്യൂ എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. q by pi a എന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ അവിടെ ഒരു ആൻസർ കിട്ടും. ഇവിടെയും അതുപോലെ വരാം. ഇവിടെ വേറെ ഒന്നുമില്ല, ലാംഡ ഈസ് ഈക്വൽ ടു q divided by pi a. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ഇത് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അപ്പോൾ ആൻസർ എഴുതുക. അല്ലാതെ ഇത് ഏതുപോലെയാണെന്ന് അറിയാമോ? അതാണ് അതിനേക്കാൾ വിശേഷം. നമ്മൾ നേരത്തെ പഠിച്ചൊരു സാധനമുണ്ട്. ഇനി നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. അതായത് ഒരു ഇൻഫിനിറ്റ്ലി ലോങ് കണ്ടക്ടർ, ലൈൻ കണ്ടക്ടർ, അവന്റെ ചാർജ് ഡെൻസിറ്റി ലാംഡ, ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എത്ര? 1/2πε0 into lambda by r. ഈ ആൻസർ തന്നെയാണ് അവിടെ എല്ലാം എഴുതിയത്, ഒരു വ്യത്യാസവും ഉണ്ടായില്ല. അപ്പൊ എന്തുവാ? ഫുൾ ലൂപ്പ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി 0, ലാംഡ ഉണ്ടെങ്കിലും. ഹാഫ് സർക്കുലാർ ലൂപ്പ് പ്ലസ് ലാംഡ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കാണ്, 1/2πε0 into lambda divided by r. ഉണ്ടോ? ആ ആൻസർ തന്നെയല്ലേ നമ്മൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ ഓർക്കേണ്ട കാര്യം, ലാംഡ ഈസ് ഈക്വൽ ടു q divided by pi a ആണ്. ഇനി ഇത് -q ആണെങ്കിൽ, മൈനസ് ലാംഡ ആണെങ്കിൽ വേറെ ഒന്നുമില്ല, ഡയറക്ഷൻ ഇങ്ങോട്ടേക്ക് വരുമെന്ന് മാത്രം. ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈസ് ഈക്വൽ ടു 1/2πε0 into lambda divided by r, where lambda is equal to q by pi a. അപ്പോഴാണ് അടുത്തവൻ ചോദിക്കുന്നത്, ഒരു ഫുൾ ലൂപ്പ്, അതിനകത്ത് പകുതി പ്ലസ് ലാംഡയും പകുതി മൈനസ് ലാംഡയും ആണെങ്കിൽ എന്ത് സംഭവിക്കും സാർ? അങ്ങനെയാണെങ്കിൽ ഒരുത്തന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടേക്ക് ഇ, മറ്റേവൻ്റെ ഇങ്ങോട്ടേക്ക് ഇ. നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു ഇതും കൂടെ ആഡ് ചെയ്യണം, ഇതും കൂടെ. therefore here the net electric field is equal to 1/πε0 into lambda divided by r. അവിടെ ലാംഡ എന്ന് പറയുന്നത് q by pi a. ഇവന്റെ ലാംഡ എന്നാണ് പറയുന്നത്, ഇവന്റെ ലാംഡ, ഇവന്റെത് മൈനസ് ലാംഡ. ഇനി ഒരെണ്ണം പറയുന്ന ഇതാണ്,
ഇങ്ങനെയുള്ളൊരു ഫുൾ ലൂപ്പ്. അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? പകുതി പോകുന്നു. കളഞ്ഞു. ബാക്കി പകുതിയെ രണ്ടായിട്ട് മുറിച്ചു. ഇവിടെ പ്ലസ് ലാംഡയും ഇവിടെ മൈനസ് ലാംഡയും ആണെങ്കിൽ വാട്ട് ഈസ് എ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ദ സെന്റർ എന്ന് ചോദിച്ചാൽ അതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്. ഇ. ആ ഇയുടെ വാല്യൂ നെഗറ്റീവിന്റെ അടുത്തേക്കാണ്. ആ ഇയുടെ വാല്യൂ 1/2πε0 ഇൻറ്റു ലാംഡ ഡിവൈഡഡ് ബൈ ആർ തന്നെ. പക്ഷെ അവിടെ ലാംഡ ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ പൈ എ ഡിവൈഡഡ് ബൈ 2 ഈ ലെങ്ത്. ഇതാണ് പൈ എ, അതിന്റെ പകുതി പൈ എ ഡിവൈഡഡ് ബൈ 2. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ലാംഡ തരാതെ ക്യൂ തരികയാണെങ്കിൽ, ക്യൂ വെച്ച് ചോദിക്കുകയാണെങ്കിൽ ലാംഡയ്ക്ക് വരും ക്യൂവിന്റെ വാല്യൂ എല്ലായിടത്തും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത്രയും ആയപ്പോൾ ജനറൽ ഇക്വേഷൻസ് നമുക്ക് ഏകദേശം കഴിഞ്ഞു. അവസാനം പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇച്ചിരി ടൈറ്റ് ആണ്. നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അതിന്റെ ആൻസറുകൾ കാണാതെ പഠിച്ചു വയ്ക്കുക. എഴുതി 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 വീണ്ടും വീണ്ടും പഠിക്കുക. ഇനി നമുക്കിതിന്റെ ബാലൻസ് ക്വസ്റ്റ്യൻ ഡിസ്കഷനുമായിട്ട് നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ഓക്കെ.